ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ സഹോദരനെ സ്നേഹിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2:17 എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവീൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. അപ്പോസ്തലന്മാരായ പൗലോസും യോഹന്നാനും സഹോദരങ്ങൾക്കിടയിലെ സ്നേഹത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. താൻ വെളിച്ചത്തിലാണെന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ ഇതുവരെയും ഇരുട്ടിലാണ്. തന്റെ സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, അവനിൽ ഇടർച്ചയ്ക്ക് കാരണമില്ല എന്ന് നമുക്ക് 1 യോഹന്നാൻ 2:9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക, അത് നിങ്ങളുടെ ശക്തിയും മഹത്വവുമായിരിക്കും. സഹോദരങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും സാത്താനെതിരെ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ അവൻ അവിടെ നിന്ന് ഓടിപ്പോകും. ഒരാൾക്ക് 1000 ഓടിക്കാം, എന്നാൽ 2 സഹോദരന്മാർ ഒന്നിച്ചാൽ അവർ 10,000 പേരെ ഓടിച്ചു കളയും. ഒരു തമിഴ് കവിതയുണ്ട്, ഒരുമിച്ചിരിക്കുന്നത് നല്ലതാണ്, ഐക്യമില്ലായ്മ ദോഷമേ വരുത്തൂ എന്ന്. മക്കളെ, ഐക്യവും ഹൃദയത്തിന്റെ ഏകത്വവും സ്നേഹത്തിന്റെ കൂട്ടായ്മയും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ഉപേക്ഷിച്ച സ്വത്തുക്കൾ വിഭജിക്കുന്ന സമയത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം പെട്ടെന്ന് അപ്രതീക്ഷിതമാകും. ചില കുടുംബങ്ങളിൽ സഹോദരങ്ങളുടെ ഭാര്യമാർ തമ്മിലുള്ള വഴക്ക് കാരണം സഹോദരങ്ങൾക്കിടയിൽ ഉരച്ചിലുകൾ കാണാറുണ്ട്. അതുകൊണ്ട് സഹോദര സ്നേഹവും ഒരിക്കലും കുറയുന്നില്ലെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നമുക്കെല്ലാവരും ക്രിസ്തുവേശുവിൽ സ്നേഹവാനായ ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. നമ്മെ സ്വന്തം സഹോദരന്മാർ എന്ന് വിളിക്കാൻ അവർ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ലെന്ന് വിശുദ്ധ ഗ്രന്ഥം എബ്രായർ 2:11 പറയുന്നു. ഒരിക്കൽ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിച്ച്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാണെന്ന് മത്തായി സുവിശേഷം 12:50 പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനിച്ചവരാണെങ്കിലും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ യേശു ക്രിസ്തു തന്റെ വിലയേറിയ രക്തം ചൊരിയുകയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത ക്രൂശിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നാം വ്യത്യസ്ത സ്ഥലങ്ങളിൽ വളർന്നു വന്നിരിക്കാം. നാം എല്ലാവരും ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി ഒരേ കുടുംബത്തിൽപ്പെട്ടവരും എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരന്മാരുമാണ്. വിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനം 133:1-3 വാക്യങ്ങളിൽ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും എന്ന് കാണുന്നു. എന്തെന്നാൽ അവിടെ കർത്താവ് അനുഗ്രഹം കൽപ്പിച്ചു, എന്നേക്കും ജീവനും എന്ന് നമുക്ക് കാണാൻ കഴിയും. പല കുടുംബങ്ങളിലും സഹോദരങ്ങൾക്കിടയിൽ സ്വരച്ചേർച്ചയോ കൂട്ടായ്മയോ ഇല്ല. അവർക്ക് ആകെയുള്ളത് വഴക്കുകൾ മാത്രം. അത് അവരുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്നു. കായൻ സ്വന്തം സഹോദരനോട് അസൂയപ്പെട്ട് അവനെ കൊന്നുകളഞ്ഞു. ഏശാവ് തന്റെ സഹോദരനായ യാക്കോബിനെ വെറുത്തു. 1 യോഹന്നാൻ 3:15 വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 യോഹന്നാൻ 3:17 എന്നാൽ ഈ ലോകത്തിലെ വസ്തുവക ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ശമൂവേൽ 21-22 വൈകുന്നേരം ലൂക്കോസ് 18 24-43 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.